വെൽക്കം ടു അബീസ് വ്ളോഗ്സ്. അപ്പോൾ നമ്മുടെ ആശാൻ മൂവി കണ്ട് നമ്മൾ ഇറങ്ങിയിരിക്കുകയാണ് ഗൈസ്. ആശാൻ മൂവി എന്ന് പറയുകയാണെങ്കിൽ നല്ലൊരു മൂവി തന്നെയാണ്. പക്ഷേ അത് കാണേണ്ട രീതിയിൽ കാണണം, മനസ്സിലാക്കി ആ സിനിമയോടുള്ള ഇമോഷണലി അറ്റാച്ച്മെൻറ്റിൽ അത് കഥ എന്താണെന്ന് അറിഞ്ഞ് കണ്ടാൽ മാത്രമേ അത് മനസ്സിലാവുള്ളൂ. അത് നല്ല വ്യക്തമായിട്ട് അതിനകത്ത് ഓരോരുത്തരുടെ അഭിനയവും സിനിമയുടെ സ്റ്റോറിയും കാഴ്ചപ്പാടൊക്കെ കിടുവാണ്. പിന്നെ അതുപോലെ തന്നെ ഓരോ സിനിമകൾ വരുമ്പോൾ അതിലെ സംവിധായകൻ, പ്രൊഡ്യൂസർ, ക്യാമറമാൻ, അങ്ങനെ കുറച്ച് പേരുള്ള ആ സിനിമയ്ക്ക് വേണ്ടി എത്ര പേര് പ്രവർത്തിച്ചോ, എത്ര ചെറിയ പ്രവർത്തനം ആയിക്കോട്ടെ, അവരെല്ലാം ആ വിജയത്തിന് കാരണക്കാരാണ്. അത് ഇന്ന ചെറിയ പ്രവർത്തനമോ വലിയ പ്രവർത്തനമൊന്നുമില്ല, എത്രയൊക്കെ പ്രവർത്തനം, എല്ലാവരുടെയും ഒത്തുകൂടുള്ള പ്രവർത്തനം കൊണ്ട് മാത്രമാണ് ആ സിനിമ വിജയിക്കുന്നതും അത്രയും വലിയ വൻ വിജയമാകുന്നത്. അതിൽ ചെറിയൊരു വലിയൊരു അങ്ങനെയൊന്നുമില്ല. നമ്മൾ ഒരാളെ കുറേ അറിയാലോ, സിനിമ സംവിധാനം ചെയ്യാനും നായകനാകാനൊക്കെ ആഗ്രഹമുള്ളവരുണ്ട്. പക്ഷെ അവരുടെ ഒന്നും ഇമോഷണൽ ആർക്കും മനസ്സിലാകുന്നില്ല. അവരിതിൻ്റെ പുറകെ ഇറങ്ങി വേറെ ജോലി ഇതെല്ലാം കളഞ്ഞോ, ഇതിൻ്റെ പുറകെ ഇറങ്ങി തിരിച്ചേക്കുന്നത് അവർക്ക് അതിനോടുള്ള പാഷൻ അല്ലെങ്കിൽ അതിനോടുള്ള ഇഷ്ടം കൊണ്ടാണ്. അത് മനസ്സിലാക്കണം ആര്, ബാക്കിയുള്ളവർ. ആ കാര്യം അത് മനസ്സിലാക്കണമെങ്കിൽ അവരുടെ സ്ഥാനത്ത് നിന്ന് നമ്മൾ മനസ്സിലാക്കണം. അതെല്ലാം ഈ കഥയിൽ നമുക്ക് മനസ്സിലാക്കാം. നല്ല ഇമോഷണൽ അറ്റാച്ച്മെൻറ്റുള്ള പടം തന്നെയാണ്. എന്തായാലും നല്ല 2.5 മണിക്കൂർ പടമുണ്ട്. ആ ഇരുന്ന് നമുക്ക് ശരിക്കും കാണാൻ പറ്റും. നല്ല ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് നമുക്ക് തരുന്ന പടം തന്നെയാണ്. എന്തുകൊണ്ടും എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല അടിപൊളി പടം തന്നെയാണ്, കാണാൻ പറ്റും. ഇനിയിപ്പോൾ നമ്മൾ നാളെ നമ്മുടെ ഭാവനയുടെ, നമ്മുടെ ലേഡി സൂപ്പർ സ്റ്റാർ ഭാവനയുടെ നമ്മുടെ അനോമി മൂവി കാണാൻ പോകുന്നുണ്ട്. അപ്പോൾ നാളെ നമുക്ക് അതിൻ്റെ റിവ്യൂ ആയിട്ട് ഞാൻ വരാം. അപ്പോൾ ഈ സിനിമ എല്ലാവരും പോയി കാണാൻ ശ്രമിക്കും. അപ്പോൾ ഒപ്പി ഗൈസ്, നിങ്ങൾക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ വെറൈറ്റി ദിവസമായിട്ട് വീണ്ടും വരാം. അതുവരെ ബൈ.